140 സീറ്റുകളിൽ 30 സീറ്റുകൾ യൂത്ത് കോൺഗ്രസിന് വേണം എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഷാഫി രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 50ഓളം സീറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണം എന്ന രീതിയിൽ ഉള്ളൊരു പ്രചരണം അവരുടെ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ ആരംഭിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷവും ഈ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഒരു മാനസിക രോഗിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. UDFന്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ തങ്ങളുടെ ഉള്ളംകൈയിൽ നിർത്താൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും ബിനാമികളെ പല പല നിയോജക മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നു. നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബിനാമികളാണെന്ന് പറയുന്നു, ഇത് ശരിയാണോ? യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രഖ്യാപിക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുമാർ ഏകദേശം 30ഓളം സീറ്റുകൾ, അതായത് VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീകൾക്കും യുവാക്കൾക്കുമായിട്ട് സംവരണം ചെയ്യുമെന്ന്. കാരണം കോൺഗ്രസിനകത്ത് തന്നെ ഉള്ള യുവാക്കളെയാണ് VD സതീശൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം OJ ജനീഷ് കുമാറിന് അറിയാതെ പോയത് നമ്മുടെ തെറ്റല്ല. OJ ജനീഷ് കുമാർ പക്ഷേ പറഞ്ഞിരിക്കുന്നത് 30 സീറ്റുകൾ, അതായത് 140 സീറ്റുകളിൽ 30 സീറ്റുകൾ യൂത്ത് കോൺഗ്രസിന് വേണം എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഷാഫി രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 50ഓളം സീറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണം എന്ന രീതിയിൽ ഉള്ളൊരു പ്രചരണം അവരുടെ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ ആരംഭിച്ചിരുന്നു. ഈ 50 സീറ്റുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓശാന പാടി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക്, അതല്ലാണ്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, സമരരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും വേണ്ടിയിട്ടല്ല. ഇപ്പോൾ അബിൻ വർക്കിയെ പോലെ ഉള്ള ആളുകളെ ഒന്നുമല്ല ഇവരുദ്ദേശിച്ചിരിക്കുന്നത്. ഇവരുദ്ദേശിച്ചിരുന്നത് ഇവരുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് അടിമപ്പണിയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, നമ്മൾ എപ്പോഴും കാണുന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ലൈംഗിക വൈകൃതം ബാധിച്ച ഒരു MLA, ഒരു ജനപ്രതിനിധി രീതിയെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോഴും അയാൾ ഒരു വിശുദ്ധനാണ് എന്ന് ചിന്തിക്കുന്ന, അയാളെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഈ സൈബർ വാളികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ MLA-മാരാക്കി കൊണ്ടുവരിക, അതിനുശേഷം ഇവരൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഏകദേശം ഈ 50 സീറ്റുകൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല എങ്കിലും 30 സീറ്റൊക്കെ യൂത്ത് കോൺഗ്രസിന് തീർച്ചയായിട്ടും അവകാശപ്പെട്ടതാണ്. ഈ 30 സീറ്റുകൾ യൂത്ത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ OJ ജനീഷ് കുമാർ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ അവർ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടിമക്കണ്ണുകൾ ആകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷവും ഈ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഒരു മാനസിക രോഗിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ഷാഫിയുടെ സ്വാധീനം ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫിയെയും പിന്തുണയ്ക്കുന്ന കുറെ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പേര് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങളെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ്. VD സതീശനൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തെ ഇനി പാലക്കാട് മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് പോലും തങ്ങൾ ചിന്തിക്കുന്നില്ല, അതൊരു അടഞ്ഞ അധ്യായമാണ് എന്നൊക്കെ പറയുന്ന സമയത്തും ഇപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും നാളെ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്, ഷാഫി പറമ്പിൽ KPCCയുടെ പ്രസിഡന്റ് ആവാൻ പോവുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് പോലെയുള്ളൊരു മഹത്തായ ഒരു പ്രസ്ഥാനം, വലിയ വലിയ നേതാക്കന്മാരൊക്കെ KPCC അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള ആ ഒരു കസേരയിലേക്ക് ഷാഫിയെ പോലെ ഇതേപോലെയുള്ളൊരു ലൈംഗിക മാനസിക രോഗിയെ പിന്തുണച്ച ഷാഫി പറമ്പിൽ MP ഒക്കെ കൊണ്ട് അവരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദയനീയമായിരിക്കും ആ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ പല ആളുകളുടെയും പല പേരുകൾ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മട്ടന്നൂരിലേക്ക് പരിഗണിച്ചിരിക്കുന്ന ഫൻസീൻ മജീദ്, അത് മറ്റേ ഇൻഡിഗോ വിമാനത്തിൽ വെച്ചിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് പ്രശ്നമുണ്ടാക്കിയ ആ ഒരു പയ്യനാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം ലഭിക്കുന്നതിന് ആരും എതിർപ്പുമായിട്ട് വരത്തില്ല. അതോടൊപ്പം തന്നെ വിജയ് ഇന്ദുചൂടൻ, പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള വിജയ് ഇന്ദുചൂടൻ, അതോടൊപ്പം തന്നെ JS അഖിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആവേണ്ടിയിരുന്ന ആളാണ് JS അഖിൽ. അതോടൊപ്പം തന്നെ അഭിജിത്ത്, MR അഭിജിത്ത്, അതോടൊപ്പം തന്നെ അബിൻ വർക്കി, റെജിൽ മാക്കുറ്റി, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഷോൺ പല്ലിശ്ശേരി, ഇപ്പൊ കൊടുങ്ങല്ലൂരാണ് ഇദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോകുന്നത്.
ജനീഷ് കുമാർ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലേക്കാണ് ഇപ്പോൾ ഷോൺ വെള്ളശ്ശേരി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരു അവനീഷ് കോയിക്കരയുണ്ട്, അദ്ദേഹം അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര, അദ്ദേഹത്തെ കയ്പമംഗലത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്നുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്രാവശ്യം പ്രാതിനിധ്യം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് ഷാഫിയെയും അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും അന്ധമായി വിശ്വസിക്കുകയും അന്ധമായി അവരെ നേതാവായിട്ട് അംഗീകരിച്ച് നടക്കുകയും ചെയ്യുന്ന ആളുകളെ MLA സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന സമയത്ത് അതൊരു വലിയ അപകടമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. കാരണം ഇവരെ സംബന്ധിച്ചിട്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഷാഫി പറമ്പലിനെ KPCC പ്രസിഡന്റ് ആക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലെയും അതോടൊപ്പം തന്നെ ഷാഫിയെയും അനുകൂലിക്കുന്ന ഒരു 10-20 MLA-മാരെ സൃഷ്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു സർക്കാരിനെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ സംവിധാനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇവർക്കുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് വരുന്ന പണം എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത പണമാണ്. അപ്പോൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിലെ ദരിദ്രന്മാരായിട്ട് നിൽക്കുന്ന പല മത്സരമോഹികൾക്കും ഈ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് പലർക്കും ഇവർ തന്നെ പണം പമ്പ് ചെയ്യും. ഇവർക്ക് ഫണ്ട് സോഴ്സ് ചെയ്യാനുള്ള പല പല മാർഗങ്ങളുണ്ട്. ഇവരുടെ പല ബിസിനസ്സുകളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ തന്നെ പല ബിസിനസ്സുകളും ദുരൂഹമാണ് എന്ന് ഇതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ രീതിയിൽ UDFന്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ തങ്ങളുടെ ഉള്ളംകൈയിൽ നിർത്താൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കോൺഗ്രസ് നേതൃത്വം കാണാത്ത പക്ഷം കോൺഗ്രസ് നേതൃത്വം വലിയ അപകടത്തിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തിട്ടുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ എതിർത്തിട്ടുള്ള പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും സീറ്റില്ലാത്ത അവസ്ഥകളുണ്ടാവും. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഉമാ തോമസിനെ തൃക്കാക്കരയിൽ സീറ്റ് നൽകരുത് എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിൻ ഇപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് കാരണം എന്താണ്? അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഒരാളെ ഒരു നിമിഷം പോലും കോൺഗ്രസ് പാർട്ടിക്കകത്തോ യൂത്ത് കോൺഗ്രസിനകത്തോ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള ഉമാ തോമസിന്റെ പ്രസ്താവനയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. VD സതീശൻ എടുത്തിരിക്കുന്ന നിലപാടുകൾ, ആ VD സതീശന്റെ നിലപാടുകൾക്കെതിരെ VD സതീശനെ പറവൂര് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. പക്ഷെ എങ്കിലും VD സതീശനെ പറവൂര് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു സത്യമാണെന്നേ. അത് ഒരുപക്ഷെ VD സതീശൻ ഇത് നിഷേധിച്ചേക്കാം, VD സതീശന്റെ അനുയായികൾ ഇത് നിഷേധിച്ചേക്കാം, പക്ഷേ ഇത് സത്യമാണ്. നേരിട്ട് നമുക്ക് അറിയാനും സാധിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇതൊക്കെ പറയുന്ന കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ഇവരുടെ ശത്രുവായിട്ട് മാറുന്നത്? രമേശ് ചെന്നിത്തലയാണ് VD സതീശൻ പറയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് ഒരു നിലപാടുമായിട്ട് രംഗത്ത് വന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കാരണവശാലും പാർട്ടിക്കകത്ത് ഇനി വെച്ചു പൊറുപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല, പുറത്താക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പല നേതാക്കന്മാരും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ പല സീനിയർ നേതാക്കന്മാർക്കും സീറ്റ് നൽകാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു പിടിവാശി ഷാഫി പറമ്പിൽ പിടിക്കുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറായി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ചേർന്ന് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതുപോലെ തന്നെ ഒരു ഗവൺമെന്റിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് കേരളത്തിനുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ നിസ്സാരമൊന്നും ആയിരിക്കില്ല. കാരണം പരാജിതനായ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രവർത്തനവും കാഴ്ചവെക്കാത്ത ഒരു ലൈംഗിക മനോരോഗിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഈ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ വേണ്ടി സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവകരമായിരിക്കും ആ ഒരു അവസ്ഥ എന്ന്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്ന സമയത്ത് അവർക്ക് ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയൊക്കെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പത്തനംതിട്ടയിലുള്ളത്. അങ്ങനെ പല പല ആളുകൾ ഇവരെയൊക്കെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് വേണ്ട രീതിയിൽ മാറ്റി നിർത്താത്ത പക്ഷം UDFനെ സംബന്ധിച്ചിട്ട് 2026 അധികാരം കിട്ടിയാലും അത് ഒരു ബ്ലാക്ക് മെയിലിംഗ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ജാഗ്രത പുലർത്തുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ബിനാമികളെ പല പല നിയോജക മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നു. പല PR ഏജൻസികളും ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, പല മാധ്യമ സ്ഥാപനങ്ങളും ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഈ ഒരു യാഥാർത്ഥ്യത്തെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം കോൺഗ്രസ് നേതൃത്വം ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തീരുമാനിക്കാൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്.